നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മുതൽ 4 വരെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു മാർക്ക് വെച്ചിട്ടാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. അനലൈസ് ദ ഫോളോയിങ് അസർഷൻ എ ആൻഡ് റീസൺ ആർ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അസർഷൻ എ പറഞ്ഞിട്ടുള്ളത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ജനറലി ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ആ ട്രാൻസിഷൻ എലമെൻറ്റ്സ് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു ആണോ? അത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ അസർഷൻ എ കറക്റ്റാണ്. അടുത്ത റീസൺ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ ദ ആറ്റം ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇലക്ട്രോൺസ് ആർ ബീങ് ആർഡർ ടു ദ പെനൾട്ടിമേറ്റ് ഷെൽ ആസ് വി മൂവ് അക്രോസ് എ പീരീഡ്. അതായത് ഒരു പീരീഡിൽ അങ്ങോട്ട് പോകും തോറും ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് അവയുടെ പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്, അതായത് വാലൻസ് ഷെല്ലിൻ്റെ തൊട്ട് മുന്നിലുള്ള ഷെല്ലിൽ. അപ്പോൾ അത് ശരിയാണോ? അത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. പക്ഷേ റീസൺ അല്ല. അതായത് കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു, അതിൻ്റെ റീസൺ അല്ല ഈ റീസൺ ആറെന്നും പറഞ്ഞ് എഴുതിയേക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? അസർഷൻ എയും അതുപോലെ റീസൺ ആറും ട്രൂ ആണ്, കറക്റ്റാണ്. പക്ഷേ റീസൺ കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ബട്ട് ആർ ഈസ് നോട്ട് ദ റീസൺ ഫോർ എ. എയുടെ കറക്റ്റ് റീസൺ അല്ല ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണേ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫോളോയിങ് ടേബിൾ ഐഡൻറ്റിഫൈ ദ മാച്ചിങ് പെയർ ആൻഡ് ദെൻ ഫൈൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ നോക്കിയുള്ളൂ. ആൽക്കലി മെറ്റൽസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? ഇത് ആൽക്കലി മെറ്റൽസ് ആകുമ്പോൾ ഇതാണ് കേട്ടോ, 2, 8, 1 എന്നുള്ളത്. അപ്പോൾ A4. ഇനി അടുത്തത് നോബിൾ ഗ്യാസ് ആണെങ്കിലോ, നോബിൾ ഗ്യാസിൻ്റെ ഔട്ട്മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. അപ്പം ഏതാണ്? മൂന്നാമത്തത് അല്ലേ? അപ്പോൾ B3, 2, 8, 18, 8 എന്നുള്ളത്. അടുത്ത ഹാലജൻസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ്. അപ്പോൾ ഏതാണ്? ഇത് ഒന്നാമത്തത്. അപ്പം A4 B3 C1 ഓപ്ഷൻ എ ആണ് കേട്ടോ. A4 B3 C1 എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് രണ്ടാമത്തെ ആൻസർ. അടുത്ത് നോക്കാം. മൂന്നാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് 1. ഐസോടോപ്സ് ആർ ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് ഹാവിങ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഐസോടോപ്പ് എന്താണ്? അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മൂലകത്തിൻ്റെ തന്നെ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എ പെയർ ഓഫ് ഐസോടോപ്സ് എക്സിബിറ്റ് ആൾമോസ്റ്റ് ദ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു പെയർ ഓഫ് ഐസോടോപ്പ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ്ഡ് ഓൺ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ് എന്നുള്ള ഓപ്ഷനിലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് എവിടെ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ എന്നുള്ളത്. അടുത്തത് ഇനേർട്ട് ഗ്യാസ് വിച്ച് ഡസ് നോട്ട് ഹാവ് ഒക്ടേറ്റ് കോൺഫിഗറേഷൻ ഇൻ വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിൽ ഒക്ടേറ്റ് കോൺഫിഗറേഷൻ ഇല്ലാത്തത് ഏത് ഇനേർട്ട് ഗ്യാസിനാണെന്ന്? ഏതിനാണ്? നാലാമത്തെ ആൻസർ ഹീലിയം ആണ് കേട്ടോ. ഹീലിയത്തിനാണ് ഒക്ടേറ്റ് കോൺഫിഗറേഷൻ ഇല്ലാത്തത്. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ഐസോബാർസ്? എന്താണ് ഐസോബാർ? ഐസോബാർ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ആൻസർ എന്താണ്? ഐസോബാർസ് ആർ ആറ്റം ഹാവിങ് ദ സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുള്ള ആറ്റംസിനെയാണ് നമ്മൾ ഐസോബാർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം ഇത് മൂന്നും ഐസോബാർസ് ആണ്. കാരണം അവയുടെ മാസ് നമ്പർ നോക്കൂ, 40 ആണ് മാസ് നമ്പർ. ആർഗണിനും പൊട്ടാസ്യത്തിനും കാൽസ്യത്തിനും മാസ് നമ്പർ 40 ആണ്. അറ്റോമിക് നമ്പർ വ്യത്യാസപ്പെടുന്നത്. ആർഗണിന് 18 ആണ് അറ്റോമിക് നമ്പർ, പൊട്ടാസ്യത്തിൻ്റെ 19 ആണ്, കാൽസ്യത്തിൻ്റെത് 20 ആണ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 1 set of elements in the modern periodic table are classified as main group elements. What are called main group elements? Mention a solid element and a liquid element which belong to this group. അതായത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എന്താണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ ഏതെല്ലാം എലമെൻസിനെയാണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന പേരിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ ഉൾപ്പെടുന്ന സോളിഡ് സ്റ്റേറ്റിലും അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെൻസിൻ്റെ പേര് എഴുതുക. ആൻസർ നോക്കിയുള്ളൂ. ദ എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 ആൻഡ് ഗ്രൂപ്പ് 13 to 18 ആർ നോൺ ആസ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഒന്നാമത്തെ ഗ്രൂപ്പിലെയും രണ്ടാമത്തെ ഗ്രൂപ്പിലെയും പിന്നെ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള എലമെൻറ്റ്സിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ദേ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ എ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നു. ദേ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് സച്ച് ആസ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. ഇതിൻ്റെ അകത്ത് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. അതായത് ഈ എന്താണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ. ഇനി ദേ റെപ്രസെൻറ്റ് എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. ഇതിൻ്റെ അകത്ത് തന്നെ സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സും ഉണ്ട്. പിന്നെ
ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു എലമെൻറ്റിൻ്റെ പേര് എഴുതാൻ വേണ്ടി. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു എലമെൻറ്റാണ് സോഡിയം, അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റാണ് ബ്രോമിൻ കേട്ടോ. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ സോഡിയം, ലിക്വിഡ് സ്റ്റേറ്റിൽ ബ്രോമിൻ, പിന്നെ ഓക്സിജൻ, കാർബൺ, ഇതൊക്കെ ഏതാണ് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ബി ക്വസ്റ്റ്യൻ, എ ബി സി ഇങ്ങനെ ഒരു ബോക്സിൽ 4 കോളംസ് ഉണ്ട്. എ വെരി സ്മോൾ പോർഷൻ ഓഫ് എ മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ഷോൺ ഹിയർ. ആ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ബൈ ഇൻക്ലൂഡിങ് 4 എലമെൻറ്റ്സ് എ ബി സി ആൻഡ് ഡി. ഇതിനകത്ത് എ ബി സി ഡി എന്നിങ്ങനെ 4 എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദ ഗിവൺ സിമ്പിൾസ് ആർ നോട്ട് റിയൽ. അത് കറക്റ്റ് അല്ല, സിമ്പിൾ വെറുതെ കൊടുത്തിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ഡൗൺ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെൻറ്റ്സ് എ ആൻഡ് ഡി. അതിൽ എൻ്റെയും ഡിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. വാട്ട് ഈസ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദ എലമെൻറ്റ് ബി. ബി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണെന്ന് എഴുതണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എഴുതാം. ബിയുടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ബിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 5 ആണ്. അപ്പോൾ എയുടെ എത്രയായിരിക്കും? 2 4 ആയിരിക്കും കേട്ടോ. 2 4 ആയിരിക്കും. അടുത്ത ഡിയുടെ സിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 4 ആണ്. അപ്പോൾ തൊട്ട് ഇപ്പുറത്തുള്ള എലമെൻ്റായ ഡിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 5 ആയിരിക്കും. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ, ബി എന്ന എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണെന്നുള്ളതാണ്. ബിയുടെ നോക്കിയുള്ളൂ. ബിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 5 ആണ്. അപ്പോൾ അതിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 5 ആണ്. അപ്പോൾ അവയുടെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? നമ്മൾ 10 ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ 10 + 5 എന്ന് പറയുമ്പോൾ 15. അപ്പോൾ ബി എന്ന എലമെൻറ്റ് 15th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. ഓക്കെ, 15th ഗ്രൂപ്പിൽ വരുന്ന എലമെൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ 15. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ടു റെപ്രസെൻറ്റ് ദ ഫോർമേഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ്. ആ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരച്ചു നോക്കിയാലോ. അപ്പോൾ അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 8 1. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 7. അപ്പോൾ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് നമ്മൾ ഡോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അതാണ് ഒരു ഡോട്ട് വെച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ മൊത്തം 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 7 ഡോട്ട് നമ്മൾ ക്ലോറിനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡിൽ പൊട്ടാസ്യത്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുന്നു. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 8 എന്നായി മാറുന്നു. അപ്പോൾ അതിനെത്ര ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കും. അതിൻ്റെ അകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ പൊട്ടാസ്യത്തിന് ഒരു പോസിറ്റീവ് ചാർജ്, അതാണ് കെ എന്ന് വെച്ച് പ്ലസ് വന്നിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്ലോറിന് ഒരു ഇലക്ട്രോൺ കൂടുതൽ കിട്ടുന്നു. അപ്പോൾ അതിന് ഒരു നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. അപ്പോൾ ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1 കൂടുന്നു. 2 8 7 ആയിരുന്നത് 2 8 8 ആയി മാറുന്നു. അപ്പോൾ ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 8 ഇലക്ട്രോൺസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ക്ലോറിനിൽ. കണ്ടോ, 8 ഇലക്ട്രോൺസ് 8 ഡോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ക്ലോറിന് ഒരു ഇലക്ട്രോൺ ലഭിക്കുന്നു അല്ലേ, ഒരു ഇലക്ട്രോൺ ലഭിക്കുന്നു. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം ഈസ് ഗിവൺ ബിലോ. ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് അറ്റോമിക് നമ്പർ ഓഫ് ദിസ് ആറ്റം. ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണെന്ന് എഴുതണം, പിന്നെ അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് എഴുതണം, വാട്ട് ഈസ് ഇറ്റ്സ് മാസ് നമ്പർ, ഇതിൻ്റെ മാസ് നമ്പർ എത്രയാണെന്ന് എഴുതണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതണം. അപ്പം നോക്കിയാലോ. അപ്പം നോക്കിയോളൂ, ഇവിടെ ഇതിൻ്റെ അകത്ത് ഓരോ ഷെല്ലിൻ്റെയും ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. ഇത് കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്, ഇത് എം ഷെല്ല്. അപ്പോൾ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, എം ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. അതായത് ഇവിടെ ഒന്ന്, അങ്ങനെ 3 ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 3. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഇനി അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. 8 2 10 3 13. അപ്പോൾ 13 അറ്റോമിക് നമ്പർ. ഇനി മാസ് നമ്പർ എത്രയാണെന്ന് വേണം. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോൺസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അറ്റോമിക് നമ്പർ നമുക്കറിയാം 13 പ്ലസ് ന്യൂട്രോൺസിൻ്റെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട് 14. അപ്പോൾ എത്ര വരും? 27. അപ്പോൾ മാസ് നമ്പർ 27. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ഡയഗ്രാം ടു റെപ്രസെൻറ്റ്സ് ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി ആറ്റം C6
14, അതായത് കാർബൺ 614 എന്ന് പറയുന്ന ആ എലമെൻറ്റിൻ്റെ എന്താണ് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ വരയ്ക്കണം. അപ്പോൾ അത് നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ കാർബൺ 614 അല്ലേ, അപ്പം C614. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. 6 ആണ്, അപ്പോൾ 2 4, അതായത് കെ ഷെല്ലിൽ 2ഉം എൽ ഷെല്ലിൽ 4ഉമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കുന്നു, ദെൻ കെ ഷെല്ല് വരയ്ക്കുന്നു, അതിനുശേഷം എൽ ഷെല്ല് വരയ്ക്കുന്നു. അപ്പോൾ ന്യൂക്ലിയസിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് വയ്ക്കണം, എത്ര ഇലക്ട്രോൺസും പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് അവിടെ വയ്ക്കാനുള്ളത്. പ്രോട്ടോൺസ് എത്ര എണ്ണമുണ്ട്? പ്രോട്ടോൺസിൻ്റെ എണ്ണം 6. അപ്പോൾ ന്യൂട്രോൺസിൻ്റെ എണ്ണം എത്ര എണ്ണമാണ്? 14 ആണ് മാസ് നമ്പർ, 6 അറ്റോമിക് നമ്പർ. 14 - 6 8. അപ്പോൾ ന്യൂട്രോൺസിൻ്റെ എണ്ണം 8. ഇനി കെ ഷെല്ലിൽ എത്രയാണ്? 2 ഇലക്ട്രോൺസ്. അടുത്ത എൽ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. 1 2 3 4. ഇതാണ് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് in a group or period elements which similar properties are included. ഗ്രൂപ്പിലാണോ അതോ പീരിയഡിലാണോ ഒരേ പ്രോപ്പർട്ടിയുള്ള എലമെൻറ്റ്സ് ഉൾപ്പെടുന്നതെന്നോ? ഏതിലാണ്? ഗ്രൂപ്പിലാണ് കേട്ടോ, ഗ്രൂപ്പിലാണ്. ഒരു ഗ്രൂപ്പിലാണ് ഒരേ പ്രോപ്പർട്ടിയുള്ള എലമെൻറ്റ്സ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഗ്രൂപ്പ്. അടുത്തത്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി സിമിലാരിറ്റി? ഈ സിമിലാരിറ്റി വരാനുള്ള റീസൺ എന്താണ്? അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? ഒരേ ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആണ്, അതുകൊണ്ടാണ് ഈ ഒരു സിമിലാരിറ്റി വരുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ആൻസറായിട്ട് എഴുതാം? ദേ ഹാവ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദെയർ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതാണ് നമ്മളവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Complete the following table PQRS by mentioning the name of the family of elements corresponding to each of the electronic configuration. അപ്പോൾ 282. അപ്പോൾ ആ 282 എന്ന് വരുന്നത് ഏത് എലമെൻറ്റിൻ്റെയാണ്? നമ്മളവിടെ എഴുതി കൊടുക്കണം. 282 എന്ന് പറയുമ്പോൾ ഏതാണ്? ആ ഫാമിലി നെയിം ഓഫ് ദി ഫാമിലി ഏതാണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ്, അപ്പോൾ അത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത 283 ആണ്, അപ്പോൾ പി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ക്യൂ ആണെങ്കിൽ 283 ആണ്. അപ്പോൾ 283 ആണെങ്കിൽ ബോറോൺ ഫാമിലി ഏതാണ്? അപ്പോൾ ക്യൂ ബോറോൺ ഫാമിലി. അടുത്ത 2810 അപ്പോൾ അവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ്, അപ്പോൾ അത് 6 ഏതാണ്? അത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. അടുത്ത 21 എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്, അത് അപ്പോൾ ആൽക്കലി മെറ്റൽസ്. അപ്പോൾ എസ് ആൽക്കലി മെറ്റൽസ്. അപ്പോൾ ഇവിടെ പി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ക്യൂ ബോറോൺ ഫാമിലി, അടുത്ത ആർ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് തന്നെയാണ്. അടുത്ത 21 അത് എസ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ്. ഓക്കെ ആണല്ലോ. അടുത്തത്, as we move along a period from left to right, how does the size of the atoms vary? Give reason. നമ്മൾ ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടി വരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് എഴുതണം. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മൂവിങ് എലോങ് എ പീരിയഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെല്ല്. ഷെല്ലിൻ്റെ എണ്ണത്തിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. ബട്ട് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. പക്ഷേ അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഗ്രാജുവലി ക്രമേണ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് മോളിക്യൂൾസ് ഓൺ ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഹെൻസ് ദ സൈസ് ഓഫ് ദി ആറ്റം ഗ്രാജുവലി ഡിക്രീസ്. അങ്ങനെ ആറ്റത്തിൻ്റെ സൈസ് ഗ്രാജുവലി ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പോൾ മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ്, ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. എന്നാൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോടും ആറ്റത്തിൻ്റെ സൈസ് കൂടി വരുന്നു. അതിൻ്റെ റീസൺ എന്താണ്? അവിടുത്തെ റീസൺ എന്ന് പറഞ്ഞപ്പോൾ ഷെല്ലിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട്. ഓക്കെ, നോക്കിയോളൂ. അപ്പോൾ ഇവിടെ 12ാമത്തെ ക്വസ്റ്റ്യൻ, എ ബി ആൻഡ് സി ആർ ദ 3 എലമെൻറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ പീരിയഡ് ഓഫ് എ പീരിയോഡിക് ടേബിൾ. ഒരു പീരിയോഡിക് ടേബിളിലെ ഒരു പർട്ടിക്കുലർ പീരിയഡിലെ 3 എലമെൻറ്റ്സ് ആണ് എയും ബിയും സിയും. ഇനി റൈറ്റ് ഡൗൺ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ് എ ആൻഡ് സി. എയുടെയും സിയുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഏതാണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ് അല്ലേ? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ ഇലക്ട്രോണിൽ ആഡ് ചെയ്യുന്നത് ഏതാണ്? പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. അപ്പോൾ എയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയുമ്പോൾ എങ്ങനെ വരും? 2 8 ഇവിടെ 9 2. അടുത്ത 2 8 10 2. ഇനി ഇവിടെ ആണെങ്കിലോ 2 8 11 2 ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എയും സിയും നമ്മൾ എഴുതി. ഇനി അടുത്തത്, നെയിം ദ ഫാമിലി ഓഫ് എലമെൻറ്റ്സ് ഇൻ വിച്ച് എ ബി ആൻഡ് സി ആർ മെമ്പേഴ്സ്. ഏതാണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ്.
ട്രാൻസിഷൻ എലമെൻറ്റ്സിലാണ് കേട്ടോ ഇത് ഉൾപ്പെടുന്നത്. അടുത്ത മെൻഷൻ എനി വൺ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഷോൺഡ് ബൈ ദ എലമെൻറ്റ്സ് ഓഫ് ദിസ് വാല്യൂ. ഏതെങ്കിലും ഒരു ക്യാരക്ടർ എഴുതണം. ഏത് ക്യാരക്ടർ നമുക്ക് എഴുതാം? ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ് എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ഓക്കെ. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യന് ആറ്റം ഓഫ് സോഡിയം 281 ഈസ് ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് എ കെമിക്കൽ ബോണ്ട് വിത്ത് ആൻ ആറ്റം ഓഫ് ക്ലോറിൻ ടു ഫോം സോഡിയം ക്ലോറൈഡ്. അതായത് സോഡിയത്തിൻ്റെ ആറ്റവും അതുപോലെ ക്ലോറിൻ്റെ ആറ്റവും കൂടെ ജോയിൻ ചെയ്ത് ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ ഉണ്ടാകുന്നു. റൈറ്റ് ദ ഇക്വേഷൻ ടു ഷോ വാട്ട് ചേഞ്ച് ഹാപ്പൻ ടു സോഡിയം ആറ്റം ഇൻ ദ ബോണ്ട് ഫോർമേഷൻ. ഈ ബോണ്ട് ഫോർമേഷനിൽ സോഡിയം ആറ്റത്തിന് എന്ത് ചേഞ്ചാണ് സംഭവിച്ചിരുന്നത്? എന്ത് ചേഞ്ചാണ് സംഭവിച്ചത്? സോഡിയം ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു അല്ലേ? സോഡിയം ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാൻ പറ്റും? സോഡിയം ആറ്റം ലോസസ് 1 ഇലക്ട്രോൺ. സോഡിയം ആറ്റം ലോസസ് 1 ഇലക്ട്രോൺ. ഇനി അറ്റ് ദ സെയിം ടൈം വാട്ട് ഹാപ്പൻസ് ടു ദ ആറ്റം ഓഫ് ക്ലോറിൻ ഇൻ ദിസ് കേസ്? ക്ലോറിൻ ആറ്റത്തിന് എന്താണ് സംഭവിക്കുന്നത്? ക്ലോറിൻ ആറ്റം ഗെയിൻസ് 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ ക്ലോറിൻ ആറ്റത്തിന് ഗെയിൻ അല്ലേ കിട്ടുന്നു. ഇനി റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ഇറ്റ്. അതിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ എഴുതാം നമുക്ക്? ഇവിടെ നോക്കിയുള്ളൂ. ക്ലോറിൻ പ്ലസ് 1 ഇലക്ട്രോൺ. ക്ലോറിന് ഒരു ഇലക്ട്രോൺ കിട്ടുന്നു. അപ്പോൾ എന്തായി മാറുന്നു? ക്ലോറിൻ മൈനസ് ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. Cl പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് ആണ്, ഈക്വൽ അല്ല കേട്ടോ, ഗീവ്സ് Cl മൈനസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷനിൽ അവിടുത്തെ ആ ഒരു ബോണ്ട്, അത് ഏത് ബോണ്ടിലൂടെയാണ് ഫോം ചെയ്തത്? അയോണിക് ബോണ്ട് അല്ലേ? അയോണിക് ബോണ്ടിലൂടെയാണ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തത്. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ട്. 13B ക്വസ്റ്റ്യൻ ആണേ. ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ഫോർമേഷൻ ഓഫ് കാൽസ്യം ഓക്സൈഡ് ഈസ് ഷോൺ. കാൽസ്യം ഓക്സൈഡിൻ്റെ ഫോർമേഷനെ സൂചിപ്പിക്കുന്ന ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. ആഫ്റ്റർ അനലൈസിംഗ് ദ ഡയഗ്രാം മെൻഷൻ ദ ഐറ്റംസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ സിമ്പിൾസ്. ഇവിടെ ABCDEF ഇങ്ങനെ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സിമ്പിൾസ് കൊടുത്തിട്ടുള്ള ആ ബോക്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അപ്പോൾ നോക്കിയോളൂ, നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള അതേ ബോക്സ് തന്നെയാണത് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിയോളൂ, ഇവിടെ കാൽസ്യം അറ്റോമിക് നമ്പർ 20 ആണ്. അപ്പോൾ ബിഫോർ ദ റിയാക്ഷൻ അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം 2 8 8 2 ഇങ്ങനെയല്ലേ വരുന്നത്? 2 8 8 2, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഇനി റിയാക്ഷൻ കഴിയുമ്പോൾ ഈ 2 ഇലക്ട്രോൺ ഇതിന് നഷ്ടപ്പെടും. അപ്പോൾ 2 8 8. ഇനി ബിഫോർ ദ റിയാക്ഷൻ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 2 6. റിയാക്ഷൻ കഴിയുമ്പോൾ എത്രയാവുന്നു? 2 8 ആവുന്നു. കാരണം ഇവിടുത്തെ ഈ 2 ഇലക്ട്രോൺ ഈ ഓക്സിജന് കൊടുക്കുന്നു. അപ്പോൾ 6 എന്നുള്ള സ്ഥാനത്ത് എത്രയാവുന്നു? 8 ആവുന്നു. അപ്പോൾ 2 8. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ടോട്ടൽ 20. ഇനി റിയാക്ഷൻ കഴിയുമ്പോൾ ഇത് എത്രയാവും മാറുന്നു? എത്രയാണ്? 18. അതായത് 8 പ്ലസ് 2 10, 10 പ്ലസ് 8 18. അങ്ങനെ 18 ഇലക്ട്രോൺസ് ആയി മാറുന്നു. ഇനി റിയാക്ഷന് മുമ്പ് ഇതിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് അല്ലേ? ഇനി ആഫ്റ്റർ ദി റിയാക്ഷൻ ഇവിടെ എത്രയായി? 10 ആയി. കാരണം ഇവിടെ നിന്നുള്ള 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കൊടുത്തു, കാൽസ്യത്തിൽ നിന്ന് 2 ഇലക്ട്രോൺ ഓക്സിജന് കൊടുത്തു. അപ്പോൾ അത് 10 ഇലക്ട്രോൺസ് ആയി. ഇനി ചാർജ്, അപ്പം ചാർജ് എത്രയാണ്? 0 ചാർജാണ്. അതായത് അവിടുത്തെ പോസിറ്റീവിൻ്റെയും പോസിറ്റീവ് പ്രോട്ടോണിൻ്റെ നമ്പറും അതുപോലെ ഇലക്ട്രോണിൻ്റെ നമ്പറും ഈക്വൽ ആയതുകൊണ്ട് 0 ചാർജ്. ഇനി ഇവിടെ ആകുമ്പോൾ 2 ഇലക്ട്രോൺ ഇതിന് നഷ്ടപ്പെടുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജാണ് കിട്ടുന്നത്. അപ്പോൾ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതുകൊണ്ട് +2 ചാർജ് മാറുന്നു. ആർക്ക്? കാൽസ്യത്തിന്. ഇനി ഓക്സിജൻ്റെ കേസിലാണെങ്കിലോ ഇവിടെയാണെങ്കിൽ 0, ഒരു ചാർജും ഇല്ല. അതായത് ഇതിന് പ്രോട്ടോൺസിൻ്റെ ആണോ ഇലക്ട്രോൺസിൻ്റെ ആണോ ഈക്വൽ ആണ്. അപ്പോൾ 0 ചാർജ്. ആഫ്റ്റർ ദ റിയാക്ഷന് ശേഷം ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിന് 2 ഇലക്ട്രോൺസ് കിട്ടുന്നു അല്ലേ? ഓക്സിജന് 2 ഇലക്ട്രോൺസ് കിട്ടുന്നു. സോ എൻ്റെ ചാർജ് -2 ആയി മാറുന്നു. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യാനുള്ളത്. N is a third period element belonging to group 2. അതായത് N എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആണ്, തേർഡ് പീരിയഡിലും അതുപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിലും ഉൾപ്പെടുന്ന ഒരു എലമെൻ്റ് ആണ്. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി എലമെൻറ്റ് Nൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാം? തേർഡ് പീരിയഡ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് മൊത്തം 3 ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഇനി ഗ്രൂപ്പ് 2 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ അതിന് മുന്നേയുള്ള ഷെല്ലിലൊക്കെ എത്രയായിരിക്കും? 2 8 2. അപ്പോൾ എയുടെ ആൻസർ 2 8 2. ഇനി ടു വിച്ച് ഫാമിലി ഡസ് ദിസ് എലമെൻറ്റ് ബിലോങ്? ഈ എലമെൻറ്റ് ഏത് ഫാമിലിയിലാണ്?
ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയതുകൊണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പും എലമെൻ്റ് ആണ്. അപ്പോൾ അതിനെ പറയുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. അടുത്ത എം ഈസ് അനദർ എലമെൻറ്റ് വിച്ച് ഹാവ് ദ സെയിം പീരിയഡ് ബട്ട് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് 15. അതേ പീരിയഡിൽ 15ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലമെൻ്റ് ആണ് എം. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പോൾ എങ്ങനെയായിരിക്കും? അതേ പീരീഡിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പീരീഡിൽ 3 ഷെല്ലുകളുണ്ട്. അപ്പോൾ 2, 8 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 15 ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 5 ആയിരിക്കും. അപ്പം എമ്മിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞ് 2, 8, 5. ഓക്കെ. Some observations related to certain activities conducted by using cathode rays are listed in column 1 of the following table. താഴെ ടേബിളിൽ കാഥോഡ് റേസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആയിട്ട് ബന്ധപ്പെട്ട ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് രണ്ടാമത്തെ കോളത്തിൽ എഴുതണം. ഒന്നാമത്തെ സ്മാൾ പാഡിൽ വീൽ പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ് സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്. ഒരു ചെറിയ പാഡിൽ വീല് നമ്മൾ കാഥോഡ് റേസിൻ്റെ പാത്തിൽ വെച്ചപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഹാവ് മാസ്. കാഥോഡ് റേസിന് എന്തുണ്ട്? ഹാവ് മാസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി when an electric field is arranged near the cathode rays are found to attract towards the positive side. പോസിറ്റീവ് സൈഡിലോട്ട് അട്രാക്ട് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് എന്ത് ചാർജാണുള്ളത്? കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. ഇനി കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഓപ്പക് ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്തിൽ ഒരു ഓപ്പക് ഒബ്ജക്റ്റ് വെച്ച് അവിടെ ഷാഡോ ഉണ്ടാക്കുന്നു. അപ്പോൾ കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ. 16A ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എഴുതാം. ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അതായത് ഒരു എലമെൻറ്റിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും ഫിസിക്കൽ പ്രോപ്പർട്ടിയും എന്തിനനുസരിച്ചുള്ളതായിരിക്കും? അവയുടെ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തത് ഹെൻറി മോസ്ലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ബി ക്വസ്റ്റ്യൻ ഓൺ വാട്ട് ബേസിസ് എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിളിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? നമ്മൾ പറഞ്ഞതാണ്. ഏതാണ്? അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ട്. ഇൻ ദ കേസ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഹൗ ഡസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് വേരി അക്രോസ് എ പീരിയഡ്. ഒരു പീരിയഡിൽ ഈ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന്. അപ്പോൾ എഴുതാനുള്ളത് വെൻ വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരിയഡ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ബി ആണ്. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യനിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ ഡസ് ദ സൈസ് ഓഫ് ദി ആറ്റംസ് വേരി ഇൻ ഗ്രൂപ്പ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഗീവ് റീസൺ. അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ആറ്റത്തിൻ്റെ സൈസ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ റീസൺ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും. ഫ്രം ടോപ്പിൽ നിന്ന് താഴേക്ക് വരും തോറും എന്ത് ചെയ്യുന്നു? ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്. ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ്. അവിടെ ഷെല്ലിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ് ആൻഡ് വൈ ആർ ദ 2 എലമെൻറ്റ്സ് ഓഫ് ദ തേർഡ് പീരിയഡിലുള്ള 2 എലമെൻറ്റ്സ് ആണ് എക്സും വൈയും. വിത്ത് ദ അറ്റോമിക് നമ്പർ 11 ആൻഡ് 17. എക്സിൻ്റെ അറ്റോമിക് നമ്പർ 11, അതുപോലെ വൈയുടെ അറ്റോമിക് നമ്പർ 17 ആണ്. വിച്ച് എലമെൻറ്റ് ഹാസ് റിലേറ്റീവ്ലി ലാർജർ ആറ്റം. ഇവിടെ ലാർജർ ആറ്റം ഏതാണെന്ന്. അപ്പോൾ നമുക്കറിയാം പീരിയഡ്സിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരും. അപ്പോൾ 11 അറ്റോമിക് നമ്പറുള്ള ആറ്റത്തിനായിരിക്കും സൈസ് കൂടുതൽ. അപ്പോൾ ഇവിടെ ലാർജർ ആറ്റം എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ ന്യൂക്ലിയർ ചാർജ് കൂടുതലുള്ള ഏതിനായിരിക്കും? അത് വൈക്കായിരിക്കും. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതലുള്ളത് വൈക്കും, ഗ്രേറ്റർ ന്യൂക്ലിയർ ചാർജ് ഉള്ളത് വൈക്ക്, അതുപോലെ ലാർജർ ആറ്റം ഉള്ളത് എക്സിനും ആയിരിക്കും. ഓക്കെ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി 2 ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ മെൻഷൻഡ് ബിലോ. ഹൈഡ്രജൻ്റെ 2 ഐസോടോപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരയ്ക്കണം. 1H2 1H3. 1H2 എന്ന് പറയുമ്പോൾ ഡ്യൂട്ടീരിയം, പിന്നെ 1H3 എന്ന് പറയുമ്പോൾ ട്രിഷ്യം. കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒന്ന് വരയ്ക്കണം. ഓക്കെ. 3 മാർക്കാണ് കേട്ടോ. എന്താ ഇവിടെ വരയ്ക്കാമേ? ഇത് ഡ്യൂട്ടീരിയത്തിൻ്റെ ആണ് കേട്ടോ. അതായത് 1H2ൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഈ ന്യൂക്ലിയസിൻ്റെ അതിൻ്റെ അകത്ത് ഇവിടോട്ട് എഴുതാമേ, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ആണുള്ളത്. പിന്നെ രണ്ടാമത് നമ്മുടെ കെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ. ഇങ്ങനെയാണ് വരയ്ക്കാനുള്ളത്. അടുത്തത് 1H3 ട്രിഷ്യത്തിൻ്റെത്. അപ്പോൾ ട്രിഷ്യത്തിൻ്റെ വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. അതിൻ്റെ അകത്ത് ഒരു പ്രോട്ടോണും
പിന്നെ 2 ന്യൂട്രോണുമാണ് ഉള്ളത്. പിന്നെ കെ ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോൺ. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കാനുള്ളത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തത്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് 4 എലമെൻറ്റ്സ് എ ബി സി ആൻഡ് ഡി ആർ ഗിവൺ ഹിയർ. ഈ എ ബി സി ഡി അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. എയുടേത് 287, 281, 28, 27 അങ്ങനെ. ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ദ സെയിം ഗ്രൂപ്പ്. ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? എയും ഡിയും അല്ലേ? അവയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം തുല്യമാണ്, അതുകൊണ്ട് എ ആൻഡ് ഡി. വിച്ച് വൺ ഹാസ് എ സ്റ്റേബിൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ഇറ്റ്സ് ആറ്റം? ഇതിൽ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് ഏതിനാണ്? സിക്കാണ്, കാരണം ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺസ്, അപ്പോൾ സി. അടുത്ത, വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ദ സെയിം പീരീഡ്? ഒരേ പീരീഡിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒരേ പീരീഡിൽ ഉൾപ്പെടുന്നത് എയും ബിയും, കാരണം അവിടെ നമ്പർ ഓഫ് ഷെല്ല് ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ സെയിം പീരീഡിൽ ഉൾപ്പെടുന്നത് എയും ബിയും, അതുപോലെ ആൻഡ് സിയും ഡിയും. അപ്പോൾ സിയും ഡിയും എയും ബിയും ഒരൊറ്റ ഗ്രൂപ്പിലാണ്. അടുത്ത, ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് ദ പീരിയഡ് നമ്പർ ഓഫ് ദി എലമെൻറ്റ് ബി. എലമെൻറ്റ് ബിയുടെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? ഗ്രൂപ്പ് നമ്പർ 1. ഇനി പിന്നെ ഏതാണ് പീരിയഡ് നമ്പർ? എൻ്റെ പീരിയഡ് നമ്പർ എത്രയാണ്? ബിയുടെ പീരിയഡ് നമ്പർ എത്രയാണ്? 3, കാരണം 3 ഷെല്ലുണ്ട് അതുകൊണ്ട്. ഓക്കെ, പീരിയഡ് നമ്പർ 3. മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ അത് നോക്കാം നമുക്ക്. An element belonging to the second period has 2 ഇലക്ട്രോൺസ്. രണ്ടാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്ന ഒരു എലമെൻറ്റിന് 2 ഇലക്ട്രോൺസ് ആണുള്ളത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. ഈ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 പീരീഡ് ആണുള്ളത്. അപ്പോൾ 2 പീരീഡ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, അപ്പോൾ ഇവിടെ 2, അപ്പോൾ 2, 2 അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഫൈൻഡ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരിയഡ് നമ്പർ. ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 2 ഇലക്ട്രോൺസ് അല്ലേ ഔട്ടർ മോസ്റ്റിൽ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 2. ഇനി പീരിയഡ് നമ്പർ എത്രയാണ്? പീരിയഡ് നമ്പർ 2, അത് 2 ആണ്, കാരണം 2 ഷെല്ലുകളേ ഉള്ളൂ അതുകൊണ്ട്. ഇൻ വിച്ച് ഫാമിലി ദ എലമെൻറ്റ് ഈസ് ദിസ് എലമെൻറ്റ് ഇൻക്ലൂഡഡ്? ഇത് ഏത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നതെന്ന്? ഏതാണ്? ആൽക്കലൈൻ എർത്ത്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ് ആൽക്കലൈൻ എർത്ത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ആൽക്കലൈൻ എർത്ത് ഫാമിലി. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് കേട്ടോ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി നോബിൾ ഗ്യാസ് ബിലോങ്ങിങ് ടു ദ സെയിം പീരീഡ്. ഇതേ പീരീഡിൽ ഉൾപ്പെടുന്ന നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ രണ്ടാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്ന നോബിൾ ഗ്യാസ് ഏതാണെന്ന് നോക്കണം, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ രണ്ടാമത്തെ പീരീഡിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരൊന്നും നമ്മൾ എഴുതണ്ട, 2 ഷെല്ലുകളാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയിരിക്കും, കാരണം നോബിൾ ഗ്യാസ് അല്ലേ, അതുകൊണ്ട്. അപ്പോൾ 2, 8 അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഈ കെമിസ്ട്രി നമ്മൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെയും രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെയും ലെറ്റേഴ്സ് സോൾവിങ് നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഒരുവിധം നല്ല ക്വസ്റ്റ്യൻസ് ആണ് ആ ലെറ്റേഴ്സ് സോൾവിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കുറച്ചൊക്കെ നമ്മൾ ആ തിയറി പാർട്ട് പഠിക്കണം, പക്ഷേ രണ്ടാമത്തെ ചാപ്റ്ററിൽ കേട്ടോ, ഒന്നാമത്തെ ചാപ്റ്ററിൽ തിയറി പാർട്ട് കുറച്ച് പഠിക്കാനുണ്ട്, പക്ഷേ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഫുൾ ആ ലെറ്റേഴ്സ് സോൾവിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൻസർ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സ് എഴുതുക. ബൈ.